കഥ പറയട്ടെ. ഒരു മരം വെട്ടുകാരനുണ്ടായി. അയാൾ മരം വെട്ടുകാരൻ സ്വാഭാവികമായിട്ടും മരം വെട്ടിയാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ കുറെ കാലം ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് അയാൾക്ക് വയസ്സാവാൻ തുടങ്ങി. അപ്പൊ ഒരാൾ അയാളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഈ കോടാലി ഒന്ന് മൂർച്ച കൂട്ടിക്കൂടെ? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് മൂർച്ച കൂട്ടാനുള്ള സമയമൊന്നുമില്ല, ഭയങ്കര തിരക്കാണ്. ഞാനിങ്ങനെ തിരക്കായിട്ട് എനിക്ക് കുറേ മരങ്ങളൊക്കെ മുറിക്കാനുണ്ട്. അതിന്റെ ഇടയിൽ എവിടെ എനിക്ക് ഇതിനും കൂടെ നിന്ന് കഴിഞ്ഞാല് അതിനുള്ള സമയം എനിക്ക് തികയില്ലാന്ന്. പക്ഷെ ആ കോടാലി മൂർച്ച കൂട്ടി കഴിഞ്ഞാല് അയാൾക്ക് അയാളുടെ വർക്ക് കുറച്ചും കൂടെ എളുപ്പമാക്കാനും കുറച്ചും കൂടെ സ്പീഡാക്കാനും പറ്റുമായിരുന്നു. അതേ കോടാലിന്റെ അവസ്ഥയാണ് നമ്മുടെ മനസ്സും എന്ന് പറയുന്നത്. നമ്മൾ അതിന് ആവശ്യമുള്ള സമയത്ത് മൂർച്ച കൂട്ടലുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കും. മൂർച്ച കൂട്ടൽ കുറവായിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ആ, നമ്മുടെ മനസ്സിനെ നമ്മൾ റിഫ്രഷ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ കോടാലി മൂർച്ച കൂട്ടുന്ന പോലെ ക്ലീൻ ആക്കി അതിനെ മൂർച്ച കൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ട വിഷനും അതേപോലെ നമ്മുടെ ക്ലാരിറ്റിനെയും നമ്മുടെ കോൺസെൻട്രേഷനും നമ്മുടെ ഫോക്കസിനെയും നമ്മുടെ ലക്ഷ്യത്തിലോട്ടേക്ക് പോവേണ്ട കാര്യങ്ങളെല്ലാം ബാധിക്കും. അല്ലെങ്കിൽ അതിലോട്ടേക്കൊന്നും നമുക്ക് എത്താൻ കഴിയാതെ നമ്മളിങ്ങനെ കിടന്ന് ഓരോരുത്തർ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലും പോയി കിടന്നിങ്ങനെ ഉഴലുക എന്ന് പറയല്ലോ, അതേപോലെ ആയിരിക്കും ഒരു ചുഴിയിൽ പെട്ട പോലെയും മാറും. എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ ആളുകൾ പല സമയങ്ങളിലായിട്ട് ഇതേപോലെ പല ചുഴികളിലും പെട്ടിട്ടുണ്ടായിരിക്കാം. അവിടെ നമ്മൾ നമ്മുടെ മനസ്സിനെ മൂർച്ച കൂട്ടാതെ ഇരുന്നപ്പോഴേ, അല്ലെങ്കിൽ അതിന് വേണ്ട പ്രോപ്പറായിട്ട് കെയറും അതേപോലെ പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസും പ്രോപ്പറായിട്ട് റിഫ്രഷ്മെന്റും ഒന്നും കൊടുക്കാതെ വന്നപ്പോഴേക്കും ആ ഒരു ചുഴിയിൽ നമ്മൾ പെട്ടിട്ടുണ്ടായിരിക്കാം. ദലൈലാമ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ആ, ശാന്തമായ മനസ്സ് നമുക്ക് ഇന്നർ സ്ട്രെങ്ത്തും അതേപോലെ തന്നെ കോൺഫിഡൻസും നൽകുന്നുള്ളത്. അത് നമ്മുടെ ഹെൽത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കറക്റ്റ് ആണ്. നമ്മുടെ മനസ്സിലുള്ള കുറെ പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ അതിലുള്ള കുറെ കാര്യങ്ങൾ ക്ലീൻ ആക്കി മാറ്റുമ്പോഴാണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളയുമ്പോഴാണ് നമുക്ക് എന്താ പറയാ കൂടുതൽ നമ്മളെ കുറിച്ചുള്ള ഒരു ബോധങ്ങളും നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നും നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായി തുടങ്ങുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ പലരും പല ഫീഡ്ബാക്കുകളും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്നലത്തെ ഒരു സെഷനിൽ തന്നെ നമുക്ക് എവിടേക്കോ എന്തൊക്കെയോ ഒരു ചെറിയ പോയിന്റുകളിലാണെങ്കിൽ കൂടിയും ഒരു ചെറിയ ഒരു കോൺഫിഡൻസ് കൂടുതലും അങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മള് ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു പ്യൂരിഫൈ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മിറാക്കിൾ മോർണിംഗ് ട്രാവലിൽ നമ്മുടെ സോൾഫുൾ കോച്ച് ആയിട്ടുള്ള ഷൈൻ സാറിന്റെ സ്പീക്കിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. ഇന്നലെ നമ്മൾ കേട്ടു, ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ എന്റെ വാക്കുകളെക്കാൾ കൂടുതലായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഷൈൻ സാറിന്റെയാണ്. അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാം. നമ്മൾ ഓരോ സെഷൻസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എം ടി മനസ്സുമായിട്ടിരിക്കാം. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയൊരു കഥ പറയാം. ഒരു അധ്യാപകന് ഒരു സ്റ്റുഡന്റിന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റിന് ഒരു ചായക്കപ്പില് കുറച്ച് ചായ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ചായക്കപ്പ് നിറഞ്ഞ് എന്നിട്ടും അധ്യാപകൻ ഇങ്ങനെ ചായ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റുഡന്റ് പറഞ്ഞു, സാറേ ടീച്ചറെ ഇതിങ്ങനെ നിറഞ്ഞു പോകുന്നുണ്ടല്ലോ, ഈ ഒഴുക്കിൽ നിർത്തിക്കൂടെ? ആ സമയത്ത് ടീച്ചർ പറഞ്ഞു, ഇതേപോലെയാണ് നീ, അല്ലെങ്കിൽ ഇതേപോലെയാണ് നിന്റെ മനസ്സും. നിന്റെ മനസ്സ് ശൂന്യല്ലെങ്കിൽ നിന്നെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും കാര്യം അതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് പുതിയ കാര്യങ്ങളെ എടുക്കാനോ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിർത്താനോ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും ഏത് സ്പോട്ടിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒരു എം ടി ആയിട്ടുള്ള മനസ്സോടെ എന്നും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു എം ടി ആയിട്ടുള്ള മനസ്സോടുകൂടി ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇന്നും നാളെയും ഇനി ഏതൊക്കെ ദിവസങ്ങളിലുണ്ടോ ഏതൊക്കെ സെഷൻസിലുണ്ടോ അവിടെ എല്ലാം എം ടി ആയിട്ടുള്ള മനസ്സോടുകൂടി പുതിയ കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എം ടി ആയിട്ടുള്ള മനസ്സോടുകൂടി ഇരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സോൾഫുൾ കോച്ചായിട്ടുള്ള ഷൈൻ സാറും ഞാനും നമ്മുടെ നെക്സ്റ്റ് ടോക്കിലോട്ടേക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അതേപോലെ താങ്ക് യു സോ മച്ച്. യെസ്, കഴിയുകയാണെങ്കിൽ എല്ലാവരും ഒരു വെൽക്കം ഒന്ന് ടൈപ്പ് ചെയ്യണം.
എത്രത്തോളം പവർഫുൾ ആണ് എല്ലാവരും ഒന്ന് നോക്കട്ടെ. മോർണിംഗ് തന്നെ എനർജറ്റിക് ആണോ സർ? യെസ് സർ, വെൽക്കം സർ. Thank you. Thank you so much. Welcome, sir. Thank you. Love you all. Love you, sir. Thank Thank you so much. Good morning all. ഗുഡ് മോർണിംഗ്. ആളുകൾ കൂടി, ഓരോ ദിവസവും ആളുകൾ കൂടി വരും. എനിക്കറിയാം, ഇതിൽ ഞാൻ ഇപ്പൊ ഒരു ഫീഡ്ബാക്ക് ഇപ്പൊ ചോദിക്കുന്നില്ല. കാരണം പലരും ഇന്നലത്തെ ഒരു സ്ലീപ്പ് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവും. ഉറക്കം നന്നായി ഉറങ്ങിയവർ, ഫോണൊക്കെ മാറ്റി വെച്ച് കൃത്യമായിട്ട് ഉറങ്ങിയവർ, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു കാര്യം ചെയ്യുകയാണ് എന്താണ് എന്നുള്ളത് പതിയെ നിങ്ങൾക്ക് മനസ്സിലാവും. താങ്ക് യു ബാബുരാജ്. പതിയെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ വരും. അത് ചിലപ്പോ കുറഞ്ഞ സമയത്തായിട്ടായിരിക്കും, ചിലപ്പോ കൂടിയ സമയത്തായിട്ടായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അത് പരിഹാരമാകും. ചിലപ്പോൾ നമ്മളത് വന്നു പോകുന്നത് കാണില്ല. ചിലപ്പോൾ നമ്മൾ കാണും, അവഗണിക്കും. ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ എന്ന് പറഞ്ഞ് അവഗണിച്ചും പോവും. കുറെ പേര് വരും പോകും, ഇതൊക്കെ സംഭവിക്കും. പക്ഷെ നിലനിൽക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. പലപ്പോഴും ഞാനും മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. ഇന്നലെ ഡീപ് സ്ലീപ്പ് ആയിരുന്നു. ദീപക് സാർ, താങ്ക് യു സാർ. ഇന്ന് അതിൽ നമുക്ക് നല്ല ഒരിത് കിട്ടണം. സോജാമാം ഉണ്ടല്ലോ അല്ലെ? സോജാമാം, ഓക്കെ ഉണ്ട് സാർ, ഇവിടെ ഉണ്ട്. ഓക്കെ വെരി ഗുഡ്. അപ്പൊ ഞാനടക്കം വിചാരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? പലപ്പോഴും കഷ്ടപ്പാടോടുകൂടി ബുദ്ധിമുട്ടോടു കൂടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല? പലപ്പോഴും ദൈവമേ, എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോ ഏകദേശം അതിന്റെ ഒരു ഉദാഹരണമാണ് സഫ മാഡം പറഞ്ഞത്. നല്ലൊരു ഇൻട്രൊഡക്ഷൻ, വളരെ സൈലന്റ് ആയിട്ടുള്ള, വളരെ കാം ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ കോച്ച് സഫ മാം നടത്തിയത്. ഒരുപാട് പേര് സൈലൻസിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ചിലർക്ക് ഉറക്കെ കേൾക്കണം, ചിലർക്ക് പതിയെ കേൾക്കണം, ചിലർക്ക് മീഡിയം ശബ്ദത്തിൽ കേൾക്കണം. വളരെ പതിയെ പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. താങ്ക് യു സഫ മാം. എന്തുകൊണ്ടാണ് ഈശ്വരൻ, ദൈവം, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, ഗീതയിലും ബൈബിളിലും ഖുറാനിലും പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ കാണാതെ ഈശ്വരനെ കാണാൻ കഴിയില്ല. നിങ്ങളെ കാണാതെ ഈശ്വരനെ കാണാൻ കഴിയില്ല. എന്താണോ നിങ്ങളുടെ ഉള്ളിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളില് വിഷമവും സങ്കടവും ബുദ്ധിമുട്ടും പ്രതീക്ഷയില്ലായ്മയും അല്ലേ, അതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും ദൈവത്തിൽ നിന്ന് അത് കിട്ടാത്തത്, നമ്മൾ എന്താണോ, നമ്മെ എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രതിഫലനമാണ് ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രതിഫലനം. നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രതിഫലനമാണ് ദൈവം നമ്മെ എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രതിഫലനം. നിങ്ങൾ എപ്പോഴും
ഈ രാവിലെ ഈ വരുന്ന ഇതൊരു അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സെഷനാണ്, മിറാക്കിൾസിന് വേണ്ടി, ജീവിതത്തിൽ മിറാക്കിൾസ്. ഇന്നലെ ഷഹീർ സാറ് മെഡിറ്റേഷൻ കഴിഞ്ഞ് പോയിട്ട് ഷഹീർ സാറിന്റെ മനസ്സിൽ വന്ന എന്താണോ അത് അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഇത് അദ്ദേഹം അന്നേരം ആ മെഡിറ്റേഷൻ സമയത്ത് കണ്ടതാണ്. ആ കണ്ടത് അദ്ദേഹത്തിന്റെ യാത്രയിൽ പിന്നീട് അദ്ദേഹത്തിന് അത് കാണാൻ പറ്റി എന്നുള്ളതാണ്. അത് കണ്ടപ്പോ അത് ഗ്രൂപ്പിലേക്ക് ഷഹീർ സാർ അപ്പൊ തന്നെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. സാർ, ഇതായിരുന്നു ഞാൻ മെഡിറ്റേഷനിൽ എന്റെ മനസ്സിൽ കണ്ടത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒഴിഞ്ഞ പാത്രമാകുക എന്നുള്ളതാണ്. ഒഴിഞ്ഞ പാത്രം. സഫ മാഡം പറഞ്ഞ പോലെ ഒരു ഒഴിഞ്ഞ പാത്രമാകുക. അതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലും നിറച്ചുകൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പലയിടത്തും പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ കയറ്റിന്റെ ഫലമാണ്. ഇന്ന് ഞാനൊരു കഥയിലൂടെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യൻ തത്തയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ പലരും? ഇന്ത്യൻ തത്തയുടെ കഥ അല്ലെ? ഇന്ന് അതിനെ നമ്മളൊരു വ്യത്യസ്തമായ വായനയ്ക്ക് വിധേയമാക്കുകയാണ്. തുർക്കിയിലെ ഒരു വ്യാപാരി, അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ മനോഹരമായ ഒരു തത്ത, നല്ല സൗന്ദര്യമുള്ള, നന്നായി സംസാരിക്കുന്ന, ആളുകളെ സമയം പോകുന്നത് പോലും അറിയില്ല. തത്തയുടെ കൊഞ്ചലുകൾ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോകൽ പോലും അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരു തത്തയെ ഇദ്ദേഹം വ്യാപാരി വാങ്ങിക്കൊണ്ട് നാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ തത്തയെ. ഏറെ നേരം ആ തത്തയുടെ അടുത്ത് ചിലവഴിക്കും. തത്ത ഇങ്ങനെ കൊഞ്ചിക്കൊണ്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കും. കുറെ കാലം കഴിഞ്ഞു, ഈ വ്യാപാരി വീണ്ടും ഇന്ത്യയിലേക്ക് പോവാണ്. അപ്പൊ തന്റെ പരിചാരകരെ എല്ലാം വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇന്ത്യയിലേക്ക് പോവാണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പലരും പല കാര്യങ്ങളും പറഞ്ഞു. ലാസ്റ്റ് ഇദ്ദേഹം തത്തയോട് ചോദിച്ചു, ഞാൻ ഇന്ത്യയിലേക്ക് പോവാണ്, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പൊ തത്ത പറഞ്ഞു, എന്നെ ഒന്ന് സ്വതന്ത്രമാക്കി വിട്ടാൽ മതി, എനിക്ക് ഒന്നും വാങ്ങിക്കൊണ്ട് വന്നില്ല. അതോടുകൂടി വ്യാപാരിക്ക് ഭയങ്കര വിഷമായി. വ്യാപാരി പറഞ്ഞു, അതല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും ഞാന് ചെയ്തു തരാം, എനിക്ക് നിന്നെ തുറന്നു വിടാന്ന് പറഞ്ഞത് പറ്റൂല. ഉടനെ തത്ത പറഞ്ഞു, ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോ താങ്കള് ഇന്ന വനപ്രദേശത്തേക്ക് പോണം, അവിടെയാണ് ഞാൻ ജനിച്ചത്. അവിടെ പോയി നിന്നിട്ട് വിളിച്ചു പറയണം, നിങ്ങളുടെ കൂടെയുള്ള ഒരാള് കൂട്ടിൽ കിടക്കുമ്പോൾ നിങ്ങൾ ആഹ്ലാദത്തോടു കൂടിയും നിങ്ങൾ സന്തോഷത്തോടു കൂടിയും ജീവിക്കുകയാണോ? ഒരാൾ കാരാഗ്രഹത്തിൽ, നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എന്ന് വിളിച്ചു പറയണം എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് വ്യാപാരി പോയി. വ്യാപാരി ഇന്ത്യയിലെത്തി. അദ്ദേഹം ആ വനംപ്രദേശത്ത് ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ തുർക്കിയിൽ നിന്ന് വരുന്ന വ്യാപാരിയാണ്, നിങ്ങളുടെ കൂടെയുള്ള ഒരു പക്ഷി, ഒരു തത്ത എന്റെ കൂടെ ഉണ്ട്. അദ്ദേഹം എന്നോട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ പക്ഷി പറഞ്ഞത്, ഞാൻ കാരാഗ്രഹത്തിൽ താമസിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ സന്തോഷവും സമാധാനവുമായി ജീവിക്കുകയാണോ എന്നാണ്. ഇത് കേട്ടതും ആ കൂട്ടത്തിൽ ഒരു തത്ത വളരെ ദയനീയമായി മരച്ചില്ലയിൽ നിന്നും പിടഞ്ഞു വീണ് പിടഞ്ഞ് മരിക്കുകയായിരുന്നു. ഇത് കണ്ട വ്യാപാരിക്ക് ഭയങ്കര വിഷമമായി. അദ്ദേഹം ആ വിഷമത്തോടു കൂടി തിരിച്ച് തുർക്കിയിലെ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തത്ത ചോദിച്ചു, എനിക്ക് സന്തോഷകരമായ എന്ത് വാർത്തയാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്? വ്യാപാരി വിഷമത്തോടുകൂടി പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് നീ പറഞ്ഞതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോ നിന്റെ ഒരു ബന്ധുവാണോ
ആദ്യം നിന്റെ ഇണയാണോ ആരാണോ എന്ന് എനിക്കറിയില്ല. ഉടനെ അവിടെ പിടഞ്ഞു വീണ്, മരച്ചില്ലയിൽ നിന്നും പിഴഞ്ഞു വീണ് ജീവൻ വെടിയുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടതും വ്യാപാരിയുടെ തത്ത ഉടനെ ആ കൂട്ടിൽ കിടന്ന് പെടഞ്ഞു മരിച്ചു. വ്യാപാരി വളരെ ദുഃഖത്തോടും വിഷമത്തോടും കൂടി കൂട്ടിൽ നിന്നും തത്തയെ പുറത്തെടുത്ത് കൈകളിൽ വളരെ വിഷമത്തോടുകൂടി വച്ച് താഴെ നിലത്ത് വെച്ചു. ഉടനെ തത്ത ഒന്ന് കുടഞ്ഞെഴുന്നേറ്റിട്ട് ഒരു ഒറ്റ പറക്കലങ്ങ് കൊടുത്തു. ഇന്ത്യയിലെ തത്ത അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിരുന്നു. ഈ കൂട്ടിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന് പഠിപ്പിക്കുകയായിരുന്നു ആ ഗുരുനാഥൻ. നിങ്ങളുടെ ജീവിതം എന്ന ഈ കാരാഗ്രഹവാസത്തിൽ, വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ കാരാഗ്രഹവാസത്തിൽ നിങ്ങൾ കിളിക്കൊഞ്ചലിന്റെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ പിറകെ, ആ നശ്വരമായ ആ ജീവിതത്തിന്റെ പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നുമല്ല ജീവിതം. അതെല്ലാം അവിടെ മടക്കി വച്ചുകൊണ്ട് എല്ലാം സ്വസ്ഥമാക്കി മരിച്ചു വീണാൽ അവിടെ നിന്നും നിന്റെ യഥാർത്ഥ ജീവിതം, സ്വതന്ത്രമായ ജീവിതം നിനക്ക് സാധ്യമാകും എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈ തത്ത. അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. യഥാർത്ഥ മോക്ഷത്തിന്റെ പാത നമുക്കെല്ലാവർക്കും, നമുക്ക് ജന്മന തന്നെ അറിയാവുന്നതാണ്. ഈ മോക്ഷം എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നന്നായി ജീവിക്കുന്നതിന് ഒരു മതവും ഒന്നും ഒരു പ്രശ്നമല്ല. ഈശ്വരൻ മതങ്ങളിലേട്ടല്ല നോക്കുന്നത്, മനുഷ്യന്റെ ഹൃദയത്തിലേട്ടാണ് ദൈവം, അള്ളാഹു, യഹോവ എല്ലാരും നോക്കുന്നത് എന്നുള്ളത്. എല്ലാം ഒന്നാണ്. അത് നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ബോധമുണ്ട്. ആ ബോധത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. നമ്മളിപ്പോഴും ആ കാരാഗ്രഹത്തിലാണ്, തത്തയുടെ കൂടിനുള്ളിലാണ്. നമ്മളെ കൂട്ടി കിടന്നാണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ലോകം. ആ കിളിക്കൊഞ്ചലാണ്, ആ സൗന്ദര്യമാണ് ലോകം എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവാകുന്ന കിളിയെ നമ്മൾ തന്നെ ഒരു കൂട്ടിൽ തളച്ചിടുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ സ്റ്റോറിയും പറഞ്ഞതിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, നിങ്ങളൊരു വാഹനത്തിന്റെ ഉള്ളിലാണ് ജനിക്കുന്നത് എന്ന് വിചാരിക്കുക. ആ വാഹനമാണ് നിങ്ങൾ എന്നാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ ദുരിതങ്ങൾക്കും, എല്ലാ ദുരന്തങ്ങൾക്കും പരിഹാരമാകും. ഇതാണ് നമ്മുടെ മുൻഗാമികളായ സന്യാസി വര്യന്മാർ, വിശുദ്ധന്മാർ, ഔലിയാക്കൾ, സെയിൻസ്, സൂഫി വര്യന്മാർ എല്ലാവരും ചെയ്തത് ഇതാണ്. ഇതാണ് മോട്ടിവേഷൻ, ഇതാണ് ലൈഫ് കോച്ചിങ്. മോട്ടിവേഷനും ലൈഫ് കോച്ചിങ്ങിനും രാവിലെ 6 മണിക്ക് നമ്മൾ എഴുന്നേറ്റിരിക്കുന്നത് ഈ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സൗന്ദര്യവും എല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വളരെ കൃത്യമായി നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നു മുതൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ടേസ്റ്റ് വരെ മാറും. ചായയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിന്റെ രുചി അത് നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഈ ശ്വാസത്തിനൊരു പ്രത്യേക രുചിയുണ്ട്, ശ്വാസത്തിനൊരു പ്രത്യേക പവറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. യെസ് ഷമീറ മാം, തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് പോവാം. മെഡിറ്റേഷൻ എന്ന് പറയുമെന്ന് പറഞ്ഞാൽ എന്റെ വായിൽ അതേ വരുള്ളൂ. ഓക്കെ, നമ്മുടെ സോളിനെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചുകൊണ്ട് ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം കണ്ട് നമ്മുടെ ജീവിതത്തിൽ വീണ ട്രോമകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ എല്ലാം ഒരു കറുത്ത പാടായി നമ്മുടെ ഹൃദയത്തെ
നമ്മുടെ ആ പ്രകാശത്തെ കെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങൾ ഫ്രീ ആകുക, പൂർണ്ണമായിട്ട് നിങ്ങൾ എല്ലാം വിട്ടുകളയുക, എല്ലാം ഇവിടെ വച്ചൊഴിയുക. ചെരുപ്പൊക്കെ ഇടുന്നവരാണെങ്കിൽ, ചെരുപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ചെരുപ്പൊന്ന് ഊരിയിടുക. ചെരുപ്പ് ഊരിയിടുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഞാൻ എല്ലാം ഇവിടെ ഉപേക്ഷിക്കുകയാണ്, എല്ലാം ഉപേക്ഷിക്കുകയാണ്. എന്നിട്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫിൽ ചേഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാത്തിനെയും സൗന്ദര്യത്തോടു കൂടി വീക്ഷിക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാത്തിനെയും സമാധാനത്തോടു കൂടി വീക്ഷിക്കാൻ കഴിയും. ഈ പറയുന്ന ഈ പൈശാചികമായ, ഈ സാത്താനികപരമായ ചിന്തകൾ, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ടെൻഷൻ, സ്ട്രെസ്, അത് ഇത് എല്ലാം നിങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കും. തീർച്ചയായിട്ടും മാം, തീർച്ചയായിട്ടും 7 ദിവസം നിങ്ങൾ ഒരിക്കലും മുടക്കരുത്. ഇത് 7 ദിവസം നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ കോഴ്സിന്റെ ആദ്യം മുതൽ പങ്കെടുക്കാൻ, ഈ പ്രോഗ്രാമിന്റെ ആദ്യം മുതൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നിങ്ങൾ. ഇത് തുടരുക. ഇത് നമ്മളിപ്പോ ഒരു സർവീസ് ആയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. നമ്മൾ ഇതിനൊന്നും ഒരു പൈസ പോലും നിങ്ങളൊന്നും ഈടാക്കുന്നില്ല. ഇത് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഫ്രീ ആയിട്ട് തരുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഇതാക്കണ്ട. ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് നിങ്ങൾക്ക് വില മതിക്കാനാവാത്തതാണ്. നിങ്ങൾക്ക് ഞാൻ തരുന്ന ആ ഫീലിംഗ്, എന്റെ ഗുരുനാഥന്മാർ, എന്റെ അറിവുകൾ എനിക്ക് നേടിത്തന്ന ആ ഫീലിംഗ്, അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ്. നിങ്ങൾക്ക് അത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ എല്ലാവരും തയ്യാറായിട്ടിരിക്കുക. മനസ്സിലുള്ളതെല്ലാം തൽക്കാലം എല്ലാം പുറത്തേക്ക് വിടുക. എല്ലാം പുറത്തേക്ക് വിടുക. ഓക്കെ.